ആരാധകരെ ഇത്രമേൽ മണ്ടന്മാരാക്കുന്ന ഒരു ക്ലബ്ബില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ വർഷവും ഏകദേശം 11ഓളം വർഷമായി ഇങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലബിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മൂഞ്ചലേറ്റ് വാങ്ങുന്നത് ക്ലബിൻ്റെ എല്ലാ പിന്തുണയും നൽകുന്ന കൊച്ചി സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ആരാധകരാണ്. സ്വാഭാവികം ഇക്കണ്ട കാലം അത്രയും ഒന്ന് സന്തോഷിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് തന്നെയാണ്. ISL ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സ്, ISL ഏറ്റവും കൂടുതൽ ഫാൻസിൻ്റെ പിന്തുണ നൽകുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്, ISL ഏറ്റവും കൂടുതൽ ആർപ്പുവിളികൾ നടത്തുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്, ISL ഏറ്റവും കൂടുതൽ ഹോപ്പ് നൽകുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്, ISL ഏറ്റവും കൂടുതൽ ഊക്കുകൾ എരന്ന് വാങ്ങുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്, എല്ലാ കൊല്ലവും മൂഞ്ചുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ ദിവസം ഡൂറൻഡ് കപ്പിൻ്റെ ഫൈനലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വരെ എത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ടും ISL എന്നല്ല ഇന്ത്യയിലെ ഒരു ട്രോഫിയും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രധാന കാരണക്കാർ ആരാണ് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അത് നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് സഞ്ചരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും നമ്മുടെ പല താരങ്ങളെയും ചികഞ്ഞ് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ചതിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തെ ഇവിടെ കൊണ്ടുവരും. സ്വാഭാവികം ആ താരം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ISL നല്ല നെടുനീള പോരാട്ടം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്ക് വെക്കും. പിന്നീട് മറ്റൊരു കുറഞ്ഞ വിലക്കൊരു താരത്തെ കൊണ്ടുവരും, വീണ്ടും നമ്മളെ മൂഞ്ചിപ്പിക്കും. ഇതാണ് ഏകദേശം വർഷങ്ങളോളമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ആ ഒരു ഇമോഷണൽ മുതലെടുക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് ഓഗ്ബച്ചെ, പെരേര ഡയസ്, അൽവാറോ വാസ്കിസ് പോലെയുള്ള താരങ്ങൾ. ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ISL തന്നെയാണ് പന്ത് തട്ടിയിട്ടുള്ളത് എന്നോർക്കണം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വരാൻ പോകുന്ന ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ഒരു താരത്തെ പറ്റിയിട്ട് മാർക്കോസ് മെർഗലാവോ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ഇപ്പോൾ അത് ഉറപ്പായ മട്ടാണ് ഇരിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ താരം എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു 99% ഉറപ്പാണ്. ഇനി അതിൻ്റെ പോസ്റ്റ് കൂടെ ആ ഒരു പേജിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ആരാധകരിങ്ങനെ നിൽക്കുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരൊറ്റ താരം വന്നതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറാനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഡൂറൻഡ് കപ്പിലെ ചില മത്സരങ്ങൾ, ഇപ്പോൾ അവസാന മത്സരമായിട്ടുള്ള ബാംഗ്ലൂർ FCക്കെതിരായിട്ടുള്ള മത്സരങ്ങൾ മുന്നേറ്റ നിരയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ നല്ല താഴ്ചയിൽ തന്നെയാണ്. പക്ഷേ നോവ സദുവും ക്വാമി പെപ്പറയും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്കോറിംഗ് പോയിന്റ് നമുക്കില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ വൻ പരാജയമായി തീരുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ജിക്സൺ സിംഗ് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പറഞ്ഞയച്ചതിന് ശേഷം മധ്യനിരയിലെ ഒരു നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെയും ആരാധകർ പ്രതീക്ഷിക്കുന്നതെന്ന് വിപിൻ മോഹൻ എന്ന് പറയുന്ന മലയാളി താരത്തെയാണ്. ഒരുപക്ഷെ വിപിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ വിപിന് മാത്രം ഒറ്റക്ക് താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു മധ്യനിര ആയിക്കൊള്ളണമെന്നില്ല. ലൂണയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് വലിയ പ്രതീക്ഷകൾ ഉറപ്പിക്കാനും കഴിയാത്ത രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല ഇന്ത്യൻ മിഡ്ഫീൽഡറെ സൈൻ ചെയ്യാത്തത് വലിയ തെറ്റായി പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, മിസ്റ്റർ നിഖിലണ്ണൻ ആൻഡ് കരോളിസ് കിങ്കിസ് എവിടെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആ മഞ്ഞപ്പട സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഈ രണ്ടുപേരുടെയും തല വെട്ടിയെടുത്തുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ട്രോളുകൾ പ്രചരിപ്പിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത്തവണയെങ്കിലും ആ ട്രോഫി കേരളത്തിൻ്റെ തട്ടിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലരുടെയും തൊപ്പി തെറിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാനേജ്മെൻറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു തെറ്റുമില്ല എന്ന് തന്നെ ഞാനും പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുക, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2021 എന്ന വർഷത്തിൽ ഇവാൻ വുക്കമനോവിച്ചിൻ്റെ ആ ഒരു ടീം ഫൈനലിലെത്തുന്നു. ഫൈനലിലെത്തുമ്പോൾ അൽവാറോ വാസ്കിസ്, പെരേര ഡയസ് പോലെയുള്ള താരങ്ങൾ, മിന്നിത്തിളങ്ങി നിൽക്കുന്ന താരങ്ങളെ പിറ്റത്തെ സീസണിലേക്ക് വരുമ്പോൾ അയക്കുന്നു. പിന്നെ പിറ്റത്തെ സീസണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രീക്ക് ദേവൻ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് പേരെടുത്ത് കൊടുത്ത ദിമിത്രോസ് ദേമന്തകോസിനെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആ ഒരു സീസണിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ടീമായി മാറുകയാണ് പിറ്റത്തെ സീസണിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു സീസണിന് ശേഷം നമ്മുടെ ലെസ്കോവിച്ചിനെയും അവിടെ ഡിഫൻസ് ലൈനിൽ നിലനിർത്തിയതിന് ശേഷം മിലോസ് ഡ്രിൻസിച്ച് എന്ന് പറയുന്ന ഒരു താരത്തെ കൊണ്ടുവന്നു. അതിനുശേഷം അവിടേക്ക് പ്രീതം കോട്ടാലിനെയും കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ മധ്യനിരയിൽ നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സഹൽ അബ്ദുസമദെ ഒരു സ്വാപ്പ് ഡീൽ നടത്തുന്നു. അത് പാളി പോകുന്നു.
ഓവറോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ആരാധന മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ എന്നായിരുന്നു. പക്ഷേ അത് പാളുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ലൂണക്ക് പരിക്ക് പറ്റുന്നു. പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തിയില്ല എന്ന് വേണം പറയാൻ. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു സീസൺ മൂഞ്ചി പോകുന്നു. ഇവാൻ ഉക്കമനോവിച്ച് എന്ന് പറയുന്ന ആ മനുഷ്യനും പുറത്തു പോകുന്നു. ഇക്കഴിഞ്ഞ ഡൂറന്റ് കപ്പിലെ മത്സരം വെച്ചിട്ട് നിങ്ങൾ ISL കളിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ തുപ്പും. അതാണ് ആരാധകരുടെ അവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫെനർബച്ചയുടെ ജേഴ്സി ഇട്ടിട്ട് പല താരങ്ങൾക്കും കൊടുത്തിട്ട് ഞങ്ങളെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അതെങ്ങാനും ഹോം ജേഴ്സി ആണെങ്കിൽ, എന്തായാലും അതാണ് ഹോം ജേഴ്സി എന്നറിയാം, നല്ല രീതിയിൽ ആട്ട് കിട്ടും. സ്വാഭാവികം, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരിദ്ര്യമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ആവാൻ സാധ്യതയുണ്ട്. ഇതിലും നല്ല ജേഴ്സി ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന കുട്ടികൾ ഇടാറുണ്ട്. അങ്ങനെ ഈ ഒരു സീസണിലും ഒരുപാട് പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഒഫീഷ്യലി നമ്മുടെ ഫാൻ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല, നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ വിവരങ്ങൾ, ഇങ്ങനെ ഒരു കാര്യങ്ങളും ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കീഴിൽ നടന്നിട്ടില്ല. ആരാധകരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനൊക്കെ പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഫാൻസ് ക്ലബ്ബായിട്ടുള്ള മഞ്ഞപ്പട അവരുടെ ഒരുപാട് നിയമങ്ങൾ, അതായത് അവരുടെ ഒരുപാട് റിക്വസ്റ്റുകൾ ഇൻസ്റ്റഗ്രാം വഴിയും ട്വിറ്റർ വഴിയും ഇങ്ങനെ ഒരുപാട് അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് തന്നെ 2-3 താരങ്ങളുടെ പുറകെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങൾ മാർക്കോസ് മെർഗുലാവോ ഇട്ടിട്ടുള്ള എക്സ് പോസ്റ്റിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഞാൻ വിവരിച്ചു തരുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ക്യാഷ് പോരാ, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക സാലറിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒതുങ്ങി കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഓരോ സൈനിങ് പൂർത്തിയാക്കാതെ പുറത്തോട്ട് വരുന്നത്. സ്വാഭാവികം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര പ്ലെയേഴ്സിനെയാണ് ഇക്കൊല്ലം വിറ്റ് തൊലച്ചിട്ടുള്ളത്? ആ പൈസ ഒക്കെ എവിടെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ അവസാന നിമിഷത്ത് കാണോ നിങ്ങളൊരു താരത്തെ ഇറക്കാനായിട്ട് പോകുന്നത്? മിക്കവാറും ഫെഡോർ ചെർണിച്ച് എന്ന് പറയുന്ന താരത്തെ നമ്മൾ കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. ലിത്വാനിയൻ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തെ അത്രക്കും രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അത്രക്കും ടോപ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ 5-6 മത്സരം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് ഫോമായി തുടങ്ങിയത്. ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മളെ ബാക്കിയുള്ള താരങ്ങളൊക്കെ ഫോം ഔട്ട് ആവുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സീസണും കൈവിട്ടുപോയി. എന്തായിരിക്കും ഈ വരുന്ന താരത്തെ പറ്റിയിട്ട് ഉള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ടീമിനെ പറ്റി കുറ്റം പറയില്ല. ഞാനൊക്കെ ഒരു ഫാനാണ് ബ്രോ. കാരണം എനിക്കും അറിയാം, ഞാനൊക്കെ റമളാൻ മാസം, അതായത് അത്രക്കും പുണ്യമായിട്ടുള്ളൊരു മാസം, നോമ്പ് അനുഷ്ഠിച്ചു, ഭക്ഷണവും വെള്ളവും കുടിക്കാതെ മലപ്പുറം കാസർഗോഡ് ആ ഭാഗത്ത് നിന്നും കൊച്ചി വരെ വന്ന് കളി കണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കളി കണ്ടുപോകുന്ന ആരാധകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത്, അതായത് ഭക്ഷണവും വെള്ളം പോലും കുടിക്കാതെ അവിടെ വന്നിട്ട് ഈ ടീമിന് വേണ്ടി തൊണ്ടയിട്ട് അലറുണ്ട്. പിന്നീട് ആ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്താകുമ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒന്നും കഴിക്കാതെ, അതായത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒച്ചത്തിൽ ശബ്ദം ഇടുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത്. കാരണം അത്രക്കും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടത് വരുന്ന ആ ഒരു ടീമിനെ അത്രക്കും നമ്മൾ മൈൻഡ് സെറ്റായിട്ട് തളർത്താനായിട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും നല്ല രീതിയിൽ സന്തോഷിക്കാൻ ഒരു സീസണെങ്കിലും കപ്പടിച്ച് തരണ്ടേ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സൈനിങ് ഒക്കെ കൊണ്ടുവന്ന് ആരാധകരെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ. അതൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തവണത്തെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ സൈനിങ് കണ്ടാൽ നമുക്കറിയാം, ISL എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ISL ടീമുകളിൽ കളിച്ച് പരിചയസമ്പത്തുള്ള താരങ്ങളെയാണ് ഈസ്റ്റ് ബംഗാൾ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു ചാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായേനെ. സോ എന്താണ് വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോ ഉണ്ടാവും. ബൈ.